നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 1 മുതൽ 3 സീറ്റ് വരെ BJP നേടും എന്നാണ് പ്രവചനം. അതേസമയം UDFന് മേധാവിത്വമുണ്ടാകുമെന്നും LDFന് 1 സീറ്റ് പോലും ലഭിക്കില്ലെന്നും സർവേകളുണ്ട്. കേരളത്തിൽ ഇത്തവണയും UDF നേട്ടമുണ്ടാക്കുമെന്നാണ് എല്ലാ സർവേകളുടെയും വിലയിരുത്തൽ. കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് നേട്ടത്തിൽ നിന്ന് പിന്നോട്ടു പോകുമെങ്കിലും UDF തരംഗമുണ്ടെന്നാണ് സർവേകൾ പറയുന്നത്. BJP 1 മുതൽ 3 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്ന സർവേകളിൽ LDFന് കാര്യമായ പരുക്കുകൾ ഉണ്ടാകുമെന്നും പറയുന്നു. ABP സി വോട്ടർ സർവേയിൽ UDFന് 17 മുതൽ 19 സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ LDF സംപൂജ്യരാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റ് ലഭിക്കുമെന്നും പ്രവചിക്കുന്നു. ടൈംസ് നൗ ETG എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ UDFന് 14 മുതൽ 15 സീറ്റുകൾ വരെ ലഭിക്കും. ഇടതുമുന്നണിക്ക് 4 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ BJP 1 സീറ്റ് നേടുമെന്നാണ് പ്രവചനം. അതേസമയം തൃശൂർ സീറ്റിൽ BJP വിജയിക്കുമെന്ന ട്വിസ്റ്റുമുണ്ട്. ഇന്ത്യ TV CNX സർവേയിൽ LDF 3 മുതൽ 5 വരെയും UDF 13 മുതൽ 15 വരെയും NDA 1 മുതൽ 3 സീറ്റ് വരെയും പ്രവചിക്കുന്നു. എന്നാൽ റിപ്പബ്ലിക് മെട്രിക്സ് കേരളത്തിൽ 1 സീറ്റ് നേടി BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക് PMark സർവേയിൽ BJPക്ക് കേരളത്തിൽ സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നില്ല. സംസ്ഥാനത്ത് LDFന്റെ വോട്ട് വിഹിതം കുത്തനെ ഇടിയുമെന്നും NDയുടെ വോട്ട് വിഹിതം കുത്തനെ വർദ്ധിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരാണസി അടക്കം 57 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ഉഷ്ണതരംഗത്തിലും മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. വൈകിട്ട് 6 മണി വരെ 59% പേർ വോട്ട് രേഖപ്പെടുത്തി. 7ാം ഘട്ട വോട്ടെടുപ്പിനിടെ പശ്ചിമബംഗാളിൽ വ്യാപക സംഘർഷമുണ്ടായി. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന രാജ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിന് പരിസമാപ്തിയായി. തീവ്ര ഉഷ്ണതരംഗത്തിനിടെ ഇന്ന് നടന്ന 7ാം ഘട്ട വോട്ടെടുപ്പിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിരുന്ന ആഹ്വാനം ആദ്യ മണിക്കൂറുകളിൽ പ്രതിഫലിച്ചു. എന്നാൽ ഏറ്റവും കുറവ് പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയത് ഇന്ന് നടന്ന 7ാം ഘട്ടത്തിലാണ്. 4ാം ഘട്ടത്തിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത്, 69.16%. 1ാം ഘട്ടം 66.14%, 2ാം ഘട്ടം 65.71%, 3ാം ഘട്ടം 65.68%, 5ാം ഘട്ടം 62.2%, 6ാം ഘട്ടം 63.3% എന്നിങ്ങനെയാണ് പോളിംഗ് നിരക്ക്. 7 സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡിലുമായി 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും മുഴുവൻ മണ്ഡലങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയും ഇതിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ വ്യാപക സംഘർഷമുണ്ടായി. സൗത്ത് 24 പർഗാനാസിൽ അക്രമാസക്തരായ ആൾക്കൂട്ടം വോട്ടിംഗ് യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞു. കുൽത്തായിലെ 40-41 നമ്പർ ബൂത്തുകളിലെ യന്ത്രങ്ങളാണ് ആൾക്കൂട്ടം നശിപ്പിച്ചത്. പഞ്ചാബിൽ വോട്ടിംഗിന് മുമ്പ് അമൃത്സറിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകനെ വെടിവെച്ച് കൊലപ്പെടുത്തി. അക്രമികളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 295 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് ഇന്ത്യ മുന്നണി യോഗം. എക്സിറ്റ് പോളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്നടിച്ചു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്തില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ജൂൺ 4 വിധി ദിനത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണി യോഗത്തിനു ശേഷം പങ്കുവച്ചത്. വിധി ദിനം അതീവ ജാഗ്രത പുലർത്താനും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകി. ഓരോ സംസ്ഥാനത്തെയും ജനാഭിപ്രായം തേടിയ ശേഷമാണ് കുറഞ്ഞത് 295 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന വിലയിരുത്തലിലേക്ക് യോഗം എത്തിയതെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പ്രതികരിച്ചു. ആജ് ഹമാരി ബൈഠക് ഹുയി കം സെ കം 2.5 घंटे तक हमने बहुत से विषय पे चर्चा किए, खास करके चुनाव और चुनाव के वक्त क्या क्या कमजोरियां हो सकते हैं और क्या क्या कठिनाइयां आ सकते हैं, किस ढंग से उन चीजों को हम निभाना है. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 24നോട് പറഞ്ഞു. Always it's first the MPs are elected and whoever has the majority of the MPs, only they who will be the PM is relevant only for them. First let the MPs be elected. ഇന്ത്യ സഖ്യം നൽകിയ നിവേദനത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേതാക്കൾ സമീപിക്കും. വോട്ടെണ്ണൽ സംബന്ധിച്ച മുന്നൊരുക്കങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്തത്. 24 ഡൽഹി.
കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 45 മണിക്കൂർ നീണ്ട ധ്യാനം പൂർത്തിയായി. തിരുവള്ളുവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങിയത്. രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ച ധ്യാനം തെരഞ്ഞെടുപ്പിൽ നേട്ടമാകും എന്നാണ് BJPയുടെ പ്രതീക്ഷ. മുരളി മനോഹർ ജോഷി നയിച്ച ഏക്താ യാത്രയുടെ ഭാഗമായി 1991 വിവേകാനന്ദ പാറയിലെത്തിയ നരേന്ദ്രമോദി 33 വർഷങ്ങൾക്കു ശേഷം 3 ദിവസം ധ്യാനമിരുന്ന് മടങ്ങുമ്പോൾ ഉന്നമിടുന്ന രാഷ്ട്രീയം അന്നത്തെക്കാളും വലുത്. വിവേകാനന്ദ പാറയിൽ നിന്ന് സൂര്യോദയം കണ്ടും ജപമാലയുമായി വലയം വെച്ചും ഓംകാരം മുഴക്കിയും ധ്യാനത്തിന്റെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ടത്. കന്യാകുമാരി ദേവിയെ വണങ്ങി വെളുത്ത വസ്ത്രം ധരിച്ച് വ്യാഴാഴ്ച ധ്യാനത്തിന് പോയ പ്രധാനമന്ത്രിയെ പിന്നീട് കണ്ടതെല്ലാം കാവ്യവസ്ത്രത്തിൽ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളെയും പരാതികളെയും ഗൗനിച്ചില്ല. മടങ്ങുന്നതിന് തൊട്ടുമുൻപ് തിരുവള്ളുവരുടെ പ്രതിമയ്ക്ക് മുൻപിലും പ്രധാനമന്ത്രിയുടെ ആദരം. സുരക്ഷാ സേനകളുടെ അകമ്പടിയോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് ബോട്ട് മാർഗം കരയിലെത്തിയ പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ ഹെലിപ്പാഡിൽ നിന്ന് പറന്നുയർന്നത് 2 ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെ 3:55-ന്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ മടങ്ങി. ആത്മീയതയ്ക്കപ്പുറം രാഷ്ട്രീയം കൂടിയുള്ളതുകൊണ്ട് നരേന്ദ്രമോദി ധ്യാനത്തിലൂടെ പ്രാർത്ഥിച്ചത് സഫലമായോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരുന്നേ മതിയാകും. കന്യാകുമാരിയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ശേകുമാർ, 24. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ഇടുക്കി ചെറുതോണിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളെ കണ്ടെത്തി. തൊടുപുഴയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന്. ഇപ്പോൾ രാഹുൽ, എങ്ങനെ കുട്ടികൾ തൊടുപുഴയിലെത്തി? രാഹുൽ, ഉന്മേഷ്, അല്പസമയം മുമ്പാണ് തൊടുപുഴ പോലീസ് അജോൺ റോയിയെയും അരുൺ ബിജുവിനെയും തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടെത്തുന്നത്. ഈ കുട്ടികൾ ചെറുതോണിയിൽ നിന്ന് ബസ് മാർഗം തൊടുപുഴയിൽ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് ഈ കുട്ടികൾ കാണാതാവുകയും ചെയ്തിരുന്നത്. എന്തായാലും പോലീസ് ഇവരെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എന്തിനാണ് ഇവർ തൊടുപുഴയ്ക്ക് ആരോടും പറയാതെ ഇങ്ങനെ ഒരു ബസ് കയറി ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. കുട്ടികളോട് സമാധാനപരമായ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ കുട്ടികൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, ശരി രാഹുൽ, ആശ്വാസകരമായ വാർത്തയാണ്. ഇടുക്കി ചെറുതോണിയിൽ നിന്ന് കാണാതായ കുട്ടികളെ തൊടുപുഴയിൽ കണ്ടെത്തി. വൈകിട്ട് 6 മണിയോടെയാണ് ചെറുതോണിയിൽ നിന്ന് ഈ കുട്ടികളെ കാണാതായത്. അടുത്ത വാർത്തയിലേക്ക്. CMRLൽ 103 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട്. ഡൽഹി ഹൈക്കോടതിയിലാണ് ROC തൽസ്ഥിതി റിപ്പോർട്ട് ഫയൽ ചെയ്തത്. മാസപ്പടി കേസിൽ അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴനാടൻ MLA ഹൈക്കോടതിയെ സമീപിച്ചു. മാസപ്പടി കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ സഹകരണ ബാങ്കിൽ കോർപ്പറേറ്റ് വിജിലൻസ് പരിശോധന നടത്തി. SFIO അന്വേഷണത്തിനെതിരായ CMRL ഹർജിയിലാണ് നിർണായക റിപ്പോർട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. 103 കോടിയുടെ കൃത്രിമ ഇടപാട് CMRLൽ കണ്ടെത്തിയെന്നാണ് ROC റിപ്പോർട്ട്. വിഷയത്തിൽ SFIO അന്വേഷണം അനിവാര്യമാണ്. CMRL 2012 മുതൽ 2019 വരെ വ്യാജ ഇടപാടുകൾ കാണിച്ച് ചെലവുകൾ പെരുപ്പിച്ചു കാട്ടുകയായിരുന്നു. ക്രമക്കേടിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കോടതിയിൽ വ്യക്തമാക്കി. ഇതിനിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. മാസപ്പടി കേസിലെ മറ്റൊരു പരാതിക്കാരൻ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ സഹകരണ ബാങ്കിൽ കോർപ്പറേറ്റ് വിജിലൻസ് ഇന്ന് പരിശോധന നടത്തി. നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. 24 കൊച്ചി. KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ KPCC അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് രൂക്ഷ വിമർശനം. KPCC സമിതിയുടെ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ക്യാമ്പിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നു. നിലവിലെ ഭാരവാഹികളിൽ അഴിച്ചുപണി വേണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ഈ നേതാക്കളുടെ ഇടപെടൽ, KSU നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായി. ഒപ്പം ഈ അലോഷ്യസ് സേവ്യറിന് ധാർഷ്ട്യം എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ കൂടിയുണ്ടോ റിപ്പോർട്ടിൽ? സലീം,
ഉന്മേഷ്, ഈ KSU ക്യാമ്പിലെ തമ്മിൽ തല്ല് അത് സംഭവിച്ചത് ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ KPCC ചുമതലപ്പെടുത്തിയ അന്വേഷണ സമിതി അതിന്റെ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് KSU സംസ്ഥാന അധ്യക്ഷനായ അലോഷ്യസ് സേവ്യറിനെതിരെയാണ്. അലോഷ്യസ് സേവ്യറിന് ധാർഷ്ട്യമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലപ്പോഴും KSU സംസ്ഥാന പ്രസിഡന്റ് KPCC സമിതിയുടെ അന്വേഷണത്തോട് പോലും സഹകരിക്കാൻ തയ്യാറായില്ല. അത് എന്ത് പ്രേരണയുടെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ക്യാമ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, ക്യാമ്പിൽ ഗുരുതരമായ അച്ചടക്കലംഘനം നടന്നു, അതിന് ക്യാമ്പ് നടത്തിപ്പിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല, KPCC ഭാരവാഹികളെ അത് നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങളുണ്ട്. മാത്രമല്ല, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളിൽ പലരെയും പങ്കെടുപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് ചില നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ K സുധാകരൻ, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, ഹൈബി ഈഡൻ, ശശി തരൂർ, K മുരളീധരൻ, T സിദ്ദീഖ് തുടങ്ങി സാധാരണഗതിയിൽ കോൺഗ്രസിന്റെയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയോ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന സ്ഥിരം നേതാക്കളിൽ ആരെയും ക്ഷണിച്ചതുപോലുമില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഗ്രൂപ്പ് തർക്കം ഈ തമ്മിൽ തല്ലിന് കാരണമായി. അതിനെക്കുറിച്ച് പറയുന്നത് കോൺഗ്രസ് നേതാക്കളിൽ ഭിന്നതയുണ്ടെങ്കിൽ അവസരത്തിനൊത്ത് കക്ഷി ചേരുന്നതല്ല KSUവിന്റെ പ്രവർത്തനം, KSU വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സംസ്ഥാന ജില്ലാ കമ്മിറ്റികളിൽ ജംബോ കമ്മിറ്റികൾ സംഘടനയുടെ തന്നെ അടിത്തറയെ ബാധിച്ചിട്ടുണ്ട്. നിലവിലെ ഭാരവാഹികളിൽ വളരെ വേഗത്തിൽ അഴിച്ചുപണി വേണം, നേതൃബാഹുല്യം കുറയ്ക്കണം, നേതാവാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം നേതാവായി നടക്കുന്നവരെയൊക്കെ പുറത്താക്കണം, KSU സംഘടനാ ചുമതല KPCC ഭാരവാഹികളിൽ ഒരാളെ അടിയന്തരമായി ഏൽപ്പിക്കണം, നേതൃപദവി അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരെ എല്ലാവരെയും ഒഴിവാക്കണം തുടങ്ങിയ വിവിധ പരാമർശങ്ങൾ അടങ്ങിയതാണ് ഈ റിപ്പോർട്ട്. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായി തൃശൂർ. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വീടുകളിലും കടകളിലും ഉൾപ്പെടെ വെള്ളം കയറി. ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ 3ാം തവണയും വെള്ളം കയറി. വെള്ളക്കെട്ടിൽ PWD വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി LDFിൽ നിന്നുള്ള തൃശൂർ മേയർ MK വർഗീസ് രംഗത്തെത്തി. ഒരു പരിഹാരം അധികാരികളുടെ അടുത്ത് നിന്ന് വരുന്നില്ല. ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളത് അവർ കണ്ടെത്തുന്നില്ല. അതാണ് ഇതിൽ എത്ര രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഇത് സാധനങ്ങൾ മൊത്തം ഈ ഫ്രീസറുകളും സാധനങ്ങളും നശിച്ചു പോവുക. ഒരുപാട് നഷ്ടങ്ങളാണ് വരുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന കനത്ത മഴയിൽ തൃശൂർ നഗരം ആകെ വെള്ളത്തിലായി. വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കി. തൃശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് വെള്ളം കയറുന്നത്. ഇതിനകം 3 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ശക്തൻ സ്റ്റാൻഡും സമീപത്തെ മിഷൻ ക്വാർട്ടേഴ്സും വെള്ളത്തിലായി. മഴ നിന്നിട്ടും മിഷൻ ക്വാർട്ടേഴ്സിൽ നിന്ന് വെള്ളം ഇറങ്ങാത്ത അവസ്ഥയാണ്. അതിനിടെ വെള്ളക്കെട്ടിൽ PWDക്കെതിരെ ആഞ്ഞടിച്ച് തൃശൂർ മേയർ MK വർഗീസ് രംഗത്തെത്തി. വെള്ളക്കെട്ട് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും കോർപ്പറേഷന്റെ പേരിലാണ്. ഇത് ഞങ്ങളുടെ റോഡല്ല. 1, 2 നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒപ്പം തന്നെ ഇത് PWD ഏറ്റെടുത്ത് ചെയ്യേണ്ട പണിയാണ്. PWDയിൽ പൈസ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തി ഈ പണി നടത്തണം. അടിയന്തരമായി ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിൽ മുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അവിടെ ഓഫീസിലിരിക്കണ്ടേ. ഇടിമിന്നലേറ്റാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്ന മലപ്പാട് കോതകുളം സ്വദേശി നിമിഷ, വീടിനുള്ളിൽ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഗണേശൻ എന്നിവരാണ് മരിച്ചത്. 24 തൃശൂർ. സംസ്ഥാനത്ത് കാലവർഷം കനക്കും. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കോഴിക്കോട് കക്കയത്തും ഇടുക്കി പൂച്ചപ്രയിലും ഉരുൾപൊട്ടി. കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപകട മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യം സർക്കാർ വിലയിരുത്തി വരികയാണെന്നും ജൂൺ 3 NDRFിന്റെ അധിക യൂണിറ്റുകൾ സംസ്ഥാനത്തെത്തുമെന്നും
മന്ത്രി കെ രാജൻ. വേനൽ മഴ വലിയ അളവിൽ കിട്ടി. ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് പെയ്ത മഴ 162 mm മഴയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ 1.5 മണിക്കൂറിനകത്ത് 162 mm മഴ ഒരേ പ്രദേശത്ത് സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല. വേനൽ മഴ ആ അളവിൽ വരികയും മൺസൂൺ 31 വരുമെന്ന് പറഞ്ഞിരുന്നത് 30 തന്നെ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ മൺസൂണിന്റെ ആദ്യ ക്വാർട്ടറിനെ കുറിച്ചിട്ടുള്ളൊരു ആശങ്കയുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് കക്കയത്തും ഇടുക്കി പൂച്ചപ്രയിലും ഉരുൾപൊട്ടി. കോട്ടയം ജില്ലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറി. ആലുവ കമ്പനിപ്പടി റെയിൽവേ തുരങ്കത്തിൽ 2.5 മീറ്ററോളം വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവെച്ചു. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മൂലമറ്റം താഴ്വാരം കോളനിയിൽ തോടുകൾ കരകവിഞ്ഞു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൊടുപുഴ പുളിയൻമല സംസ്ഥാനപാതയിൽ യാത്രാ നിയന്ത്രണം തുടരുകയാണ്. മഴ കനത്തതോടെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. 24 തിരുവനന്തപുരം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. NCP ശരത് പവാർ വിഭാഗം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി PC ചാക്കോയെ നിയോഗിച്ചു. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലേയ്ക്കൊപ്പം ചുമതല നിർവഹിക്കും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യാപേക്ഷ ഡൽഹി റൌസ് അവന്യൂ കോടതി ഈ മാസം 5 മാറ്റിയതോടെ നാളെ തന്നെ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിലേക്ക് മടങ്ങണം. സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. മലപ്പുറം അരിപ്ര സ്വദേശിയായ 3.5 വയസ്സുകാരൻ മരിച്ചത് കൂടുതൽ അളവിൽ അനസ്തേഷ്യ നൽകിയത് മൂലമെന്ന് കുടുംബം. മരണകാരണം ഹൃദയാഘാതമെന്ന് ആശുപത്രി അധികൃതർ. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. പുതുകടു എസ്റ്റേറ്റിലെ കോളേജ് വിദ്യാർത്ഥി മുകേഷാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സന്തോഷിന് പരുക്ക്. തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. അമ്പൂരി ചാക്കപ്പാറ സ്വദേശി വിജയകുമാരിക്കാണ് പരിക്കേറ്റത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി YR റസ്ലത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ യാക്കൂബ് പുറയിൽ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. തൃപ്പൂണിത്തറ കരിങ്ങാച്ചിറയിൽ 485 ഗ്രാം MDMA-യുമായി നഴ്സിംഗ് വിദ്യാർത്ഥിനിയും സുഹൃത്തും പിടിയിൽ. കോട്ടയം സ്വദേശികളായ വർഷയും അമീറുമാണ് പിടിയിലായത്. സംസ്ഥാനത്ത് അരളിപ്പൂവിന്റെ വരവും കൃഷിയും നിരോധിക്കണം എന്ന നിവേദനം പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. കൊല്ലം സ്വദേശിയുടെ പൊതു താൽപര്യ ഹർജിയിലാണ് ഉത്തരവ്. അരളിപ്പൂവ് കഴിച്ചതിനെ തുടർന്ന് യുവതി മരിച്ച ശേഷം കൊല്ലം സ്വദേശി ഗിരീഷ് ദാസ്, DGP, ആരോഗ്യവകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് അരളി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടപടിയുണ്ടായില്ല. തുടർന്നാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഹർജി തീർപ്പാക്കിയ കോടതി നിവേദനം പരിഗണിക്കാൻ എതിർകക്ഷികൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. നെടുമ്പാശ്ശേരി അവയവക്കടത്തിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. ഹൈദരാബാദ് റാക്കറ്റിലെ പ്രധാനി വെല്ലംകൊണ്ട രാമപ്രസാദിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കേസിലെ മുഖ്യപ്രതിയായ സാബിത് നസർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വിജയവാഡ സ്വദേശി പ്രതാപൻ എന്ന വെല്ലംകൊണ്ട രാമപ്രസാദാണ് ഹൈദരാബാദിൽ നിന്നും പോലീസ് പിടിയിലായത്. അന്താരാഷ്ട്ര അവയവ മാഫിയയുടെ തലവന്മാരിൽ ഒരാൾ. സാമ്പത്തിക ബലഹീനത ചൂഷണം ചെയ്താണ് പ്രതാപൻ സാധാരണക്കാരെ അവയവദാതാക്കളാക്കി മാറ്റിയത്. സോഷ്യൽ മീഡിയ വഴി ബന്ധം സ്ഥാപിക്കും. വ്യക്തിവിവരങ്ങൾ അന്വേഷിച്ച് സാമ്പത്തിക ബാധ്യതയുള്ളവരെ വലയിലാക്കും. അവയവങ്ങൾക്ക് മോഹവില വാഗ്ദാനം ചെയ്യും. ഇതായിരുന്നു പ്രതാപന്റെ തന്ത്രം. ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ആൾ നിരവധി ആൾക്കാർക്ക് ഈ റാക്കറ്റിൽ ഡോണർ പോലെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ഈ ഹൈദരാബാദ്, ബാംഗ്ലൂർ, കോയമ്പത്തൂർ അത്ര സ്ഥലങ്ങളിൽ ഇറാൻ, ഔട്ട് ഓഫ് ഇന്ത്യ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രതാപനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അവയവക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കൂടുതൽ ആളുകൾ മാഫിയയുടെ വലയിൽപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും. കേരളത്തിൽ നിന്ന് ഒരാളെ മാത്രമാണ് വലയിലാക്കാൻ കഴിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ ഇനി പിടിയിലാകാനുള്ളത് കൊച്ചി സ്വദേശി മധുവാണ്. ഇയാൾക്കായുള്ള തെരച്ചിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഏകദാതാവായ തൃശൂർ സ്വദേശി ഷമീറിനു വേണ്ടിയും അന്വേഷണം നടക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതാപനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 24 കൊച്ചി.
24 അതിരപ്പിള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റ് പോലീസ് മറച്ചുവെച്ചെന്ന് സ്ഥിരീകരിക്കുന്ന ഫോൺ സംഭാഷണവും രേഖയും പുറത്ത്. രാത്രി 12 മണിക്ക് വീട് വളഞ്ഞാണ് പോലീസ് റൂബിനെ പിടിച്ചുകൊണ്ടുപോയത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് ബന്ധുവിനെ ഫോണിൽ വിവരമറിയിച്ചത്. അത്രയും നേരം സ്റ്റേഷനിലെ ഫോൺ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ റൂബിൻ ലാലിനെ മർദ്ദിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിന്റെ വ്യാജ പരാതിയെ തുടർന്നായിരുന്നു CI ആൻഡ്രിക് ഗ്രോമിക്കിന്റെ നിർദ്ദേശപ്രകാരമുള്ള പോലീസ് നടപടി. വീട്ടിൽ ഉറങ്ങിക്കിടന്ന മാതാവിനെപ്പോലും അറിയിക്കാതെ റൂബിനെ കൊടും കുറ്റവാളിയെ എന്ന പോലെ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തത് രാത്രി 12 മണിയോടെ. സുഹൃത്തും ബന്ധുവും റൂബിനെ തിരക്കി 2:20 സ്റ്റേഷനിലെത്തി. 2:38 ബന്ധുവിനെ ഫോണിൽ വിളിച്ച് അറസ്റ്റ് വിവരം അറിയിച്ചു. എന്തുകൊണ്ട് ഇത്രയും നേരം വിവരം അറിയിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ റൂബിനെ ഇപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂവെന്ന് GD ചാർജിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ മറുപടി. ഇന്ന് 2:30 സമയത്തെ റൂബിൻലാലിനെ ആ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റുകാരെ. 9 മണി മുതലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആളെ വീട്ടിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്ന് നിങ്ങൾ വിശ്വസിക്കാൻ അതിനൊരു കുഴപ്പം ഇവിടെ വരുത്തിയിട്ടില്ല. മാതാവിനെ വിവരമറിയിക്കാത്തത് ബന്ധു ചോദ്യം ചെയ്തതോടെ ഫോൺ കോൾ കട്ട് ചെയ്തു. അമ്മേനെ വിവരം അറിയിച്ചിട്ടുണ്ട്? ഇല്ല അമ്മേനെ ഒരിക്കലും വിവരം അറിയിച്ചിട്ടില്ല. റൂബിനെ കസ്റ്റഡിയിലെടുത്ത 12 മണി മുതൽ 2 മണി വരെ സ്റ്റേഷനിലെ ടെലിഫോൺ പ്രവർത്തനരഹിതമാക്കിയതിന്റെ ഫോൺ രേഖകൾ 24 ലഭിച്ചു. റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്തത് നിയമാനുസൃതമായല്ല എന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. റൂബിന്റെ അറസ്റ്റിൽ ഗുരുതര ചട്ടലംഘനം നടന്നുവെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. 24 തൃശൂർ. കായിക വാർത്തയിലേക്ക്. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിനേഷ് കാർത്തിക്. 39-ാം വയസ്സിലാണ് കാർത്തിക് പാടഴിക്കുന്നത്. 2004 ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച കാർത്തിക് 26 ടെസ്റ്റിലും 94 ഏകദിനങ്ങളിലും 60 ട്വന്റി-ട്വന്റിയിലും കളിച്ചു. 3463 റൺസാണ് ആകെ സമ്പാദ്യം. 2007 ഇന്ത്യ ആദ്യമായി ട്വന്റി ലോകകപ്പ് നേടിയപ്പോൾ ടീമിൽ അംഗമായിരുന്നു. IPL വിവിധ ഫ്രാഞ്ചൈസികൾക്കായി 257 മത്സരങ്ങളിലും ദിനേഷ് കാർത്തിക് കളിച്ചു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളാണ് പുരസ്കാരത്തിന് അർഹരായത്. തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CEO ജനറൽ സെക്രട്ടറി PB സുരേഷ് സ്വാഗതം പറഞ്ഞു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.